നമ്മുടെ പൂന്തോട്ടത്തിൽ വളരെ മനോഹരമായിട്ട് പൂക്കൾ തരുന്ന അടുക്ക് അഡീനിയം ചെടികൾ എനിക്ക് കുറച്ച് കളക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലും ഒത്തിരി പേര് ഇത് ഇഷ്ടപ്പെട്ട് അഡീനിയം ഒത്തിരി കളക്ഷൻ ഉള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് പൂക്കൾ തരുന്ന ഈ അഡീനിയം ചെടി ഒന്ന് ചീഞ്ഞു പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്യാവശ്യം നല്ലൊരു വില കൊടുത്തിട്ടാണ് ഇതേപോലെയുള്ള റെയർ വെറൈറ്റീസിൻ്റെയൊക്കെ അഡീനിയ നമ്മൾ വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസം വീണ്ടും എൻ്റെ ഒരു അഡീനിയ ചെടി ഇതേപോലെ ചീഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനത് രക്ഷപ്പെടുത്തിയെടുത്തതും ഇതിന് മുമ്പ് എനിക്ക് ഇതേപോലെ തന്നെ നല്ല വെറൈറ്റീസിൻ്റെ അടീനിയും ചീഞ്ഞു പോയിട്ട് ഞാനത് രക്ഷപ്പെടുത്തിയെടുത്തതൊക്കെ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള ചെടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയെടുത്തത് എന്ന് എനിക്കൊന്ന് കമൻ്റ് ഇട്ടാൽ മറ്റുള്ളവർക്കും ഇത് വായിക്കുമ്പോൾ ഒരു ഉപകാരമായിരിക്കും. ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അതിനു മുമ്പ് ഈ ചെടി ഒന്ന് നിങ്ങൾ നോക്കിക്കോളട്ടോ. ഈ ചെടിയുടെ ചുവട് ഭാഗം ചീഞ്ഞു തുടങ്ങി അത് പോകും എന്നുള്ളൊരു ഘട്ടത്തിലെത്തിയൊരു ചെടിയാണ്. അതിന് ഞാൻ ഇതേപോലെ ഫംഗിസൈഡ് ചെയ്ത് ആ ചെടിയെ മാറ്റി പോട്ടി മിക്സിൽ നിന്ന് മാറ്റി 2-3 ദിവസം പുറത്തിട്ട് അതിൻ്റെ ആ ചുവട്ടിലുള്ള ചീഞ്ഞതെല്ലാം ചെത്തിക്കളഞ്ഞ് അതിനെ ഫംഗിസൈഡ് ഉപയോഗിച്ച് ഇതേപോലെ ട്രീറ്റ് ചെയ്ത് വീണ്ടും വേറൊരു പോട്ടി മിക്സിലേക്ക് നട്ട് അതിനകത്ത് നല്ല എന്താ പറയുക കരുത്തായിട്ടുള്ള കമ്പുകളൊക്കെ വന്ന് ഇലകൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ ചുവട് ശരിക്കും ഒരു പൊള്ളയായ ഒരു ഭാഗം തന്നെയാണ്, കുറച്ച് ഭാഗം. ബാക്കിയുള്ള നമുക്ക് അത്യാവശ്യം നല്ല കരുത്തുള്ള കമ്പുകളിൽ കൂടെ വീണ്ടും ഇതുപോലെ തളിർപ്പും ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഒരു ചെടിയുടെ ചീച്ചിലുള്ള ഭാഗം നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. അതിനുവേണ്ടി പുതിയ ബ്ലേഡ് എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കത്തിയാണെങ്കിൽ അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത് ഒന്ന് ചൂടാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈനിൽ മുക്കി ഫംഗിസൈഡ് അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മുറിക്കുക. പുതിയ ബ്ലേഡാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് വെച്ച് ഈ ചെടിയുടെ എവിടെ നിന്നാണോ ചീച്ചിട്ട് തുടങ്ങിയിട്ടുള്ളത് അവിടെയും വരെ നമുക്കത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ചിലപ്പോൾ ചെടിയുടെ പൂക്കളും തണ്ടും ഒക്കെ പോയിന്ന് വരും. എങ്കിലും വിഷമിക്കേണ്ട. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എവിടെ നിന്നാണോ അതിൻ്റെ ബഡ്ഡിങ് വന്നിരിക്കുന്നത്, ലെയർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മുറിച്ചാലാണ് നമുക്ക് അതേ പൂക്കൾ തന്നെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നോക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൊമ്പ് മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി 2 കമ്പ് ബാക്കിയുണ്ട്. പക്ഷേ ഈ ഒരു ചീച്ചിൽ തായ്തണ്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പരമാവധി ആ ചീച്ചിലുള്ള ഭാഗം വരെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കണ്ടിച്ച് ചെടിക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടും വരാതെ വേറെ സ്ഥലത്തൊക്കെ അതിൻ്റെ മുറിവ് കൊള്ളാതെ ഞാൻ മുറിച്ചെടുത്ത് ഇതേ രീതിയിലാക്കിയിട്ടുണ്ട്. ഇത്രേ കിട്ടുന്നുള്ളൂ. ഇനി കൂടുതലെടുത്താൽ ചെടിയുടെ മറ്റുള്ള കമ്പുകൾക്കും ബാധിക്കും, അതുപോലെ ആ ലെയർ ചെയ്തിരിക്കുന്നതിൻ്റെ താഴത്തേക്ക് പോകും. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഫംഗിസൈഡ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ നമ്മുടെ സാഫ് തന്നെയാണ്. സാഫാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു പ്രതിവിധി കേട്ടോ. ഇത് ചെടികൾ സ്നേഹിക്കുന്നവർ, ഇതുപോലുള്ള ചെടികളുള്ളവർ, ഏത് ചെടിയായാലും ചീഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ വളക്കടകളിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്ന കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഞാനത് കുറച്ച് വെള്ളം ചേർത്ത് ചെറിയൊരു ലൈനിയായിട്ട് അതിൻ്റെ മുകളിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ തണ്ടുമേലിക്കും അതിൻ്റെ പുറത്തേക്കും ഒക്കെ ഒന്ന് ഒഴുകി അതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി. പേസ്റ്റായിട്ട് പുരട്ടി കഴിഞ്ഞാൽ ആ മുകളിൽ മാത്രമല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പേസ്റ്റ് പോലെ ആക്കി നമ്മൾ തൂത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ മഴ നനയാതെ അധികം വെയിൽ കൊള്ളാതെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി മാറ്റി വെച്ചാൽ മതി. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും അതൊക്കെ ഒന്ന് ഉണങ്ങി അതൊന്ന് ചുരുങ്ങി ബാക്കിയുള്ള 2 തണ്ടിനെ സംരക്ഷിക്കും. ഇനിയിപ്പോൾ മുകളിലേക്ക് ലെയർ ചെയ്തതിന് മുകളിലേക്ക് തണ്ടില്ലെങ്കിൽ കൂടിയും ആ ലെയർ ചെയ്ത് അവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാലും പുതിയ ശിഖരങ്ങൾ വരാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് ഇപ്പോൾ അത് എടുത്ത് അധികം വെയിൽ കൊള്ളാത്തടത്തും മഴ നനയാത്തടത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. പോകില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.